പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജലവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളെ പറ്റിയിട്ടാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ജലത്തിൻ്റെ തിളനില എത്രയാണ്? ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനില ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ഒരു ദ്രാവകം തിളക്കുന്ന താപനിലയാണ് തിളനില എന്നറിയപ്പെടുന്നത്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില എത്രയാണ്? പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്നത് 120 ഡിഗ്രി സെൽഷ്യസിലാണ്. മർദ്ദം കൂടുമ്പോൾ തിളനിലയ്ക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? മർദ്ദം കൂടുന്ന സമയത്ത് തിളനില കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രഷർ കുക്കറിൽ മർദ്ദം കൂടുന്നു, അവിടെ തിളനില കൂടുന്നു. ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ ജലം 100 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴ്ന്ന താപനിലയിൽ തിളയ്ക്കുന്നതിന് കാരണം എന്താണ്? ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ മർദ്ദം കുറവാണ്. മർദ്ദം കുറയുന്ന സമയത്ത് തിളനില കുറയുന്നു. അതുകൊണ്ടാണ് 100 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറഞ്ഞ താപനിലയിൽ ജലം തിളക്കുന്നത്. എന്താണ് ബാഷ്പീകരണം? ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം എന്ന് അറിയപ്പെടുന്നത്. ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനില ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനില ഖരാങ്കം അഥവാ ഫ്രീസിംഗ് പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ജലം ഘനീഭവിച്ച് ഐസ് ആകുമ്പോൾ വ്യാപ്തത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ്? ജലം ഘനീഭവിച്ച് ഐസ് ആകുമ്പോൾ വ്യാപ്തത്തിന് ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് വ്യാപ്തം കൂടുകയാണ് ചെയ്യുന്നത്. വ്യാപ്തം കൂടും, സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. എന്താണ് പ്രതലബലം? ജലോപരിതലത്തിലെ തന്മാത്രകൾക്ക് മുകളിൽ ബാഷ്പരൂപത്തിലുള്ള തന്മാത്രകൾ വളരെ കുറവാണ്. അതിനാൽ വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണ ബലം കൂടുതലായിരിക്കും. ഇതുമൂലം ജലോപരിതലം വലിഞ്ഞു മുറുകിയ പാട പോലെ പ്രവർത്തിക്കുന്നു. ഇതിന് കാരണമായിട്ടുള്ള ബലത്തെയാണ് പ്രതലബലം എന്ന് പറയുന്നത്. ജലോപരിതലം വലിഞ്ഞു മുറുകി പാട പോലെ പ്രവർത്തിക്കുന്നതിന് കാരണമായിട്ടുള്ള സവിശേഷതയാണ് പ്രതലബലം എന്ന് പറയുന്നത്. ചെറുപ്രാണികൾ ജലോപരിതലത്തിൽ ഓടി നടക്കാൻ കഴിയുന്നതും ബ്ലേഡ് ജലത്തിൽ താഴ്ന്നു പോകാത്തതിനും കാരണം പ്രതലബലമാണ്. ചെറു ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രതലബലമാണ്. ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ ലഭിക്കുന്ന വാതകങ്ങൾ ഹൈഡ്രജനും ഓക്സിജനുമാണ്. ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹോഫ്മാൻ ജലവോൾട്ടാമീറ്റർ. മഗ്നീഷ്യം ചൂടുള്ള ജലവുമായി പ്രവർത്തിച്ച് പുറത്തുവിടുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഇരുമ്പ് നീരാവിയുമായി പ്രവർത്തിച്ച് പുറത്തുവിടുന്ന വാതകമാണ് ഹൈഡ്രജൻ. ജലത്തെ നിർവീര്യലായകം എന്ന് വിളിക്കുന്നതിന് കാരണം എന്താണ്? ശുദ്ധജലത്തിന് ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്തതിനാലാണ് ജലത്തെ നിർവീര്യലായകം എന്ന് വിളിക്കുന്നത്. ജലം ഒരു സാർവിക ലായകമാണോ? നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുന്നതിനാലും വ്യാപകമായി ലായനികൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതിനാലും ജലം ഒരു സാർവിക ലായകമാണ്. സോപ്പ് നന്നായി പതയാത്ത ജലത്തെ എന്താണ് വിളിക്കുന്നത്? സോപ്പ് നന്നായി പതയാത്ത ജലത്തെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം കഠിനജലം എന്നാണ് വിളിക്കുന്നത്. ജലത്തിന്റെ ഈ കാഠിന്യത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജലത്തിന്റെ കാഠിന്യത്തിന് കാരണം അതിലടങ്ങിയിട്ടുള്ള കാൽസ്യം മഗ്നീഷ്യം ലവണങ്ങളാണ്. കാൽസ്യം മഗ്നീഷ്യം ലവണങ്ങൾ അടങ്ങിയിട്ടുള്ള ജലത്തിന് കാഠിന്യം കൂടുതലായിരിക്കും. അത്തരത്തിലുള്ള ജലത്തിൽ സോപ്പ് നന്നായി പതയില്ല. എന്താണ് ഈ താൽക്കാലിക കാഠിന്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം അതിൽ ലയിച്ചു ചേർന്നിട്ടുള്ള കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ലവണങ്ങളാണ്. കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റ് ലവണങ്ങളാണ് താൽക്കാലിക കാഠിന്യത്തിന് കാരണം. ഈ താൽക്കാലിക കാഠിന്യം തിളപ്പിച്ചു നിൽക്കാൻ സാധിക്കും. ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ്. ചെറിയൊരു അക്ഷരത്തെറ്റുണ്ട്. ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ് ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം. അപ്പോൾ കഠിനജലം 2 തരത്തിലുണ്ട്: താൽക്കാലിക കാഠിന്യവും സ്ഥിര കാഠിന്യവും. ഈ താൽക്കാലിക കാഠിന്യം നമുക്ക് ചൂടാക്കിയാൽ ജലം ചൂടാക്കിയാൽ താൽക്കാലിക കാഠിന്യം നമുക്ക് ഒഴിവാക്കാം. പക്ഷേ സ്ഥിര കാഠിന്യം നമുക്ക് തിളപ്പിച്ച് നീക്കാൻ സാധിക്കില്ല. ഘനജലത്തിൽ അടങ്ങിയിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഘനജലത്തിൽ അടങ്ങിയിട്ടുള്ള ഘനജലമാണ്, ധനജലമല്ല. ഘനജലത്തിൽ അടങ്ങിയിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഡ്യൂട്ടീരിയം. ഈ ഡ്യൂട്ടീരിയം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നുണ്ട്.